ചേച്ചിയുടെ അപ്പം എല്ലാവരും അനുഗ്രഹിക്കും. താമരനൂലിനാൽ മെല്ലെ മേനിയിൽ തൊട്ടു വിളിക്കൂ, താഴിട്ട് പൂട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ, എന്റെ മാറോടു ചേർന്നൊരു പാട്ടുമൂളൂ, മണിവിരലിനാൽ താളമേടൂ, മെല്ലെ മെല്ലെ എന്നെ നീയുറക്കൂ. താമരനൂലിനാൽ മെല്ലെ മേനിയിൽ തൊട്ടു വിളിക്കൂ. വെയിലേറ്റുവാടുന്ന പൂവ് പോലെ, പൂങ്കാറ്റിലാടും കടമ്പു പോലെ, ഒരു കടൽ പോലെ നിൻ കാലടിയിൽ തിരഞ്ഞുര കൈകളും നീട്ടി നിൽക്കും. എന്നിട്ടും എന്നിട്ടും എന്തേ നീ എന്നെന്റെ നെറുകയിലൊരു മുത്തം തന്നില്ല. ആരിരാരിരാരോ ആരാരോ ആരിരാരിരാരോ. താമരനൂലിന മെല്ലെ മേനിയിൽ തൊട്ടു വിളിക്കൂ, താഴിട്ടു പൂട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ. തിരമേലയാടുന്ന തിങ്കൾ പോലെ, തീരത്തുലാവും നിലാവു പോലെ, നറുമലർ പോലെ നിൻ പൂഞ്ചിമിഴിൽ ഒരു ചെറുമുത്തമായി കാത്തു നിൽപ്പൂ. എന്നിട്ടും എന്നിട്ടും എന്തേ നീ എന്നെന്റെ പുലർവെയിലിനു പൂക്കൾ തന്നില്ല. താമരനൂലിനാൽ മെല്ലെ മേനിയിൽ തൊട്ടു വിളിക്കൂ, താഴിട്ടു പൂട്ടുമെൻ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ, എന്റെ മാറോടു ചേർത്തൊരു പാട്ടുമൂളൂ, തളിർ വിരലിനാൽ താളമീടൂ, മെല്ലെ മെല്ലെ എന്നെ നീയുറക്കൂ. കാർത്തിക്, ചേച്ചി താങ്ക് യു. അവസാനൊക്കെ ആയപ്പോഴത്തേക്ക് എന്തായിരുന്നു ഫീല്? ഞാൻ പറയാം. ഷീ സാങ് വെരി വെരി ബ്യൂട്ടിഫുള്ളി, എസ്പെഷ്യലി ആ ഹമ്മിങ് പോർഷനൊക്കെ എക്സ്ട്രാordinary ആയിരുന്നു. നന്നായി പാടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ മടിച്ചി ഞാനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ റെക്കോർഡ് പൊളിച്ചു എന്നുള്ളത് മനസ്സിലായി. കാരണം ഈ ലിസ്റ്റിന്റെ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു താമരനൂല് പഠിക്കൂ, ചേച്ചി നമുക്ക് ചിങ്ങമാസം അത് പാടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓ അത് ശരി, അത് ഞാൻ പറഞ്ഞു വേറൊരു സ്റ്റേജിൽ നമുക്ക് പാടാൻ, തൽക്കാലം ഈ പാട്ട് പഠിക്കും. അത് ഗായത്രി ചേച്ചിയുടെ ചിങ്ങമാസം പാടാൻ പറഞ്ഞ ഏക വ്യക്തി കാർത്തിക് മാത്രമായിരിക്കുള്ളൂ. ഒരു പാട്ട് പഠിച്ചു, അത് സന്തോഷം. ഓ സോ ഹി ഈസ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. വെണ്ണിലവേ കഴിഞ്ഞിട്ട് ഇത് ഇന്ന് ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഒരു ഡിഫറെൻറ്റ് കാർത്തിക് ആയിരുന്നു ഞങ്ങൾ കണ്ടത്. ബിക്കോസ് പാട്ട് ശരിക്കും പഠിക്കാറില്ലായിരുന്നു. പിന്നെ എപ്പോഴും ഫ്രണ്ട്സിനെ നോക്കും, അല്ല നമ്മളെ നോക്കും, കറക്റ്റായിട്ട് പാടുന്നുണ്ടോ ഇല്ലയോ. ഇത് അങ്ങനെ ഒന്നും ഇല്ലാതെ കാർത്തിക് പാട്ട് പഠിച്ച് പാടി പ്രസൻറ്റ് ചെയ്തു.
ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊന്നും പറയൂല ഞാൻ, ബട്ട് സർട്ടൺ പോർഷൻസ് വെ മാജിക്കൽ. അത് കാർത്തിക്കിൻ്റെ വോയിസും ചില സാധനങ്ങൾ കാർത്തിക് തന്നെ അറിയാതെ അങ്ങ് വന്ന് വീഴും. എന്താ ഇംപ്രൂവൈസേഷൻ എന്തായിരുന്നു? ഒരു കടൽ പോലെ നിൻ കാലടിയിൽ. വളരെ നന്നായിരുന്നു കാർത്തിക്. ഇറ്റ് വാസ് നൈസ്. ഇപ്പൊ ഒരുവിധം കറക്റ്റ് പാത്തിലാണ്. ആ റോഡിൽ വന്ന് വീണു. അറ്റ്ലീസ്റ്റ് ഇനി ആ റോഡ് അങ്ങനെ ട്രാവൽ ചെയ്താൽ മതി. ഐ എം വെരി വെരി ഹാപ്പി ബിക്കോസ് ബ്യൂട്ടിഫുൾ വോയിസ് ആണ് ഇയാളുടെ. വോയിസ് അസാധ്യ വോയിസ് ആണ്. ഇയാൾ അറിയാതെ തന്നെ ശ്രുതിയൊക്കെ ചേരുന്നുണ്ട്. അതുകൊണ്ട് അറിയാതെ കുഴപ്പമില്ല. ഈ പൊടി സംഗതിയൊക്കെ കാർത്തികിന്റെ വോയിസിൽ വളരെ ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് ലക്ക് കാർത്തിക്. താങ്ക് യു സർ. ഗുഡ് പെർഫോമൻസ്. ഗായത്രി, ഇത് സ്വാൻ സോങ് അല്ല ജോസ് കോനൻ വോയിസിൽ, എന്നാലും യുവർ my last episode. This time it's the last. So we'll miss you, no? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫെന്റാസ്റ്റിക് എക്സ്പീരിയൻസ്, ബ്യൂട്ടിഫുൾ ക്രൂ, ഒരു എന്താ പറയാ നല്ലൊരു പൊതുവെ വരുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുന്ന മുഖങ്ങളും, പ്രൊഫഷണൽ, സൂപ്പർ പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ, ലവ്ലി ഓർക്കസ്ട്ര. താങ്ക്സ് എ ലോട്ട്. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ശരത് സർ. കാർത്തിക് രസമായിരുന്നു. കാർത്തിക്, താങ്ക് യു സർ. ഇതൊക്കെ കാർത്തിക് അറിഞ്ഞ് സംഭവിക്കുന്നതാണോ ചില സംഭവങ്ങളൊക്കെ നടന്നത്? ഇപ്രാവശ്യം അറിഞ്ഞ് സംഭവിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഏതൊക്കെയാണ് അറിഞ്ഞ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ ചോദിച്ചത്, ഇതൊക്കെ സംഭവിക്കുന്നത് അറിഞ്ഞിട്ടാണോ എന്ന്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം സുജാ മാം പറഞ്ഞ പോലെ തന്നെ പാട്ട് പഠിക്കണം. അത് ഞാൻ ഈ പാട്ടിന്റെ കാര്യം, മറ്റേ പാട്ട് എനിക്ക് തന്നെ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പാട്ട് ഞാൻ സാറിനെ വിളിച്ചിട്ടില്ല ഈ പാട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല, അയ്യോ അങ്ങനെയല്ല, ഇത് ഒരു പാട്ടെങ്കിലും ഞാൻ സ്വന്തം എഫേർട്ട് ഇട്ട് ഒരു പാട്ട് പഠിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് അറിയാനായിട്ട്. അല്ല, അതിൻ്റെ ഒരു അന്തർലീനമായ അർത്ഥം അതാണ്. അയ്യോ ശരി, ഇതൊക്കെയാണ് കൊള്ളായിരുന്നു. കാർത്തിക, ചിലരൊക്കെ ചിലത് ചെയ്യുമ്പോൾ അതൊരു ചെറിയ സംഭവമായിരിക്കും, അതൊരു ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെ തലയിലെടുത്തുള്ള. അണ്ണാച്ചിക്കൊക്കെ അറിയാം. കാർത്തിക എന്നിട്ട് ചെറിയ സാധനം ചെയ്താൽ അതിന് ഭയങ്കര സുഖമാണ്, പക്ഷേ ചെയ്യത്തില്ല. ചില ഏരിയയൊക്കെ സൂപ്പറായിരുന്നു. അതുപോലൊരു വിറപ്പ് വല്ലാണ്ടുണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി സിംഗറായിപ്പോയി. എല്ലാം എക്സ്ട്രാ ആയിരുന്നു, ചുനിപ്പുകളൊക്കെ. എന്തിനാ അത്? ഞാൻ വിചാരിച്ചു പനി വന്നതായിരിക്കുന്നു. പിന്നെ അവസാനത്ത് വാതിലിൽ മുട്ടിയതൊക്കെ മുട്ടി കൈയുടെ തോല് പൊട്ടിക്കാണ്. അതെന്തൊരു മുട്ടലായിരുന്നു. അത്രയും വിറപ്പിക്കണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് കാർത്തിക് അറിയാണ്ട് സംഭവിക്കുന്നതാണോ? നമ്മളത് കൃത്യമായിട്ട് അതും കൂടെ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് അവതരിപ്പിക്കണം. കാരണം നല്ല സുഖമാണ് മോൻ പാടുന്നത് കേൾക്കും. ചില അറിയാണ്ട് ദൈവം തരുന്ന മറഡോണയുടെ ഗോള് പോലാണ്. ഭയങ്കര സുഖമാണ് ചിലത് കേട്ടോ അത് കേൾക്കണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്നുമല്ല വന്നപ്പോൾ രഞ്ജിനി പറഞ്ഞത്. അവസാനമൊക്കെ ആയപ്പോൾ എന്തായിരുന്നു ഫീല് എന്ന് പറഞ്ഞ കാർത്തിക്. അതെ അതെയോ എന്ന് ചോദിക്കുന്നത് അതേന്ന് പറയുന്ന ഒന്നാണ്. അതെയോ ഞാൻ അറിഞ്ഞില്ല. അത് കുറേ താഴ്മ. മറ്റേത് അതെ എന്ന് പറഞ്ഞാൽ ഒച്ചിരി അഹങ്കാരം. എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ടത് അതെ ഫീലായിരുന്നു. അവസാനൊക്കെ ആയപ്പോഴത്തേക്ക് എന്തായിരുന്നു ഫീല്? അതോ കൊള്ളാം കേട്ടോ. കാർത്തികിന്റെ മൊത്തത്തിൽ എനിക്ക് ഇന്നങ്ങ് ഇഷ്ടമായി. പിന്നെ എന്തുണ്ട് കാർത്തിക വിശേഷം? ഒന്നുമില്ല, എന്തെങ്കിലും പറ. ഞാൻ സാറിനെ പോലെ സിമ്പിൾ ഡ്രസ് ധരിക്കാന്ന് വിചാരിച്ചു. അജ്മലിനെ പോലെയോ? സാറും ഞാൻ സാറിനെ പോലെ അല്ല, അജ്മല് ഇപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. അല്ല, ഇപ്പൊ അജ്മലൊക്കെ കാഷ്വൽസ് മാത്രമേ ധരിക്കാറുള്ളൂ. എവിടെ അജ്മലിന്റെ കാഷ്വൽസ് ഞാൻ കാണട്ടെ. This is a maximum casual he can get. He has at least put his shirt out. നന്നായി കാർത്തിക്. ഗുഡ്, താങ്ക് യു സർ. മോന് നന്നായിക്കണം കേട്ടോ. സുജാ ചേച്ചി നല്ലോണം പാടി. എനിക്ക് വലിയ ഇഷ്ടമായി മോൻ പാടിയത്. താങ്ക് യു. കാർത്തിക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പഠിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിനാണ് മാർക്ക് തരാൻ പോണത്. കാരണം നല്ലോണം പഠിച്ചിട്ടുണ്ട് പാട്ട്. അതായിരുന്നു കാർത്തികിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എക്സിക്യൂഷൻ, അത് മോൻ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരും.
പക്ഷെ ചില സ്ഥലങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 3-4 സ്ഥലങ്ങൾ ആഹാന്ന് പറഞ്ഞു പോയി. നമുക്ക് 2 സ്ഥലം കിട്ടിയാൽ മതി നല്ല സുഖമായിട്ട്. അത് ഒരുപാട് സ്ഥലങ്ങൾ ഇയാൾ തന്നു അങ്ങനെ. അപ്പോൾ കുറെ തെറ്റുകളൊക്കെ കണ്ണടച്ച് കളയാം. ആ പൂട്ടുമെൻ നെഞ്ചിലെ വാതിൽ അതൊക്കെയാണ് ഈ ശരത്ത് പറഞ്ഞ പോലെ ഭയങ്കര ഓവർ വെറപ്പായിരുന്നു. അത് കേൾക്കാഞ്ഞിട്ടാണോ മോൻ അത് എക്സ്ട്രാ ഈ പറഞ്ഞ പോലെ അറിയാതെ വരികയാണ്. അതിനി വേറായാൽ മതി കേട്ടാ. ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മതി മോന്റെ ജേണി. ഓൾ ദ ബെസ്റ്റ്. ഇങ്ങനെ തന്നെ പഠിച്ച പാട്ടുകൾ ഉഗ്രൻ. എന്ത് സന്തോഷമായിരുന്നു കാർത്തിക് പാടിയപ്പോ. അതെ, അജ്മൽ വരെ ചിരിച്ചു. നമുക്കിനി മാർക്സ് അറിയാം. ശ്രീനി സർ. കാർത്തിക്, സർ ഇത്രയൊക്കെ പറഞ്ഞാൽ ഐ വോണ്ട് ഗിവ് യു മോർ ദാൻ ദിസ്. താങ്ക് യു സർ. 27.5 on 30. Thank you, Shrini sir. Suja Chechi. 27.5 on 30. Thank you, Chechi. Sharat sir. താങ്ക് യു സർ. 27 on 30. Thank you, Sharat sir. 82 on 90. ഇനി 10 എത്ര മാർക്കാന്ന് നോക്കാം. ആദ്യമായിട്ട് താങ്ക് യു സർ. 8.5 on 10. 90.5 on 100.